മലയാളി മീൽസ് ആൻഡ് മൈൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളിവിടെ നിങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഡിഷ് ചിക്കൻ ചില്ലി ഡ്രൈ ഫ്രൈ ആണ്. അത് നമ്മൾക്ക് പൊതുവെ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നൂഡിൽസിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം എന്നീ ഫുഡുകളുടെ കൂടെ നമുക്ക് ചേർന്ന് കഴിക്കാൻ പറ്റുന്ന അതിരുചികരമായ ഒരു ഡിഷാണ് ഇന്ന് ഞങ്ങളിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, ഒരു 1-2 ടീസ്പൂൺ സോയ സോസ്, ഒരു 5 ml വെജിറ്റബിൾ ഓയിൽ. ഇത് നമുക്ക് ഒരു തിക്ക് ബാറ്ററായിട്ട് ഫോം ചെയ്യേണ്ടതാണ്. ഈ തിക്ക് ബാറ്റർ ബാറ്ററായിട്ട് നമ്മളിത് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ അരമണിക്കൂറിന് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇനി നമ്മൾ തിളച്ച ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ ചിക്കൻ മീഡിയം ലെവലിൽ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചില്ലി ചിക്കൻ്റെ ടേസ്റ്റിനെ ബാധിക്കും. നമ്മുടെ ചിക്കൻ ഏകദേശം സോഫ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കായ ചിക്കന് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതേ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ബെൽ പെപ്പറും ഒനിയനും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കന് വേണ്ടി ഞാൻ ഒരു ഹാഫ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്. ഹാഫ് ഓണിയനും 1/2 ബെൽ പെപ്പറുമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഹാഫ് വെന്ത ഓണിയൻ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഒനിയൻ മാറ്റിയ ശേഷം അതിലേക്ക് നമ്മുടെ ബെൽ പെപ്പറൂടെ അതേ സെയിം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബെൽ പെപ്പറും കുക്കായി കഴിഞ്ഞു. അതും നമ്മൾ മാറ്റി. അധികം നേരം നമ്മളിത് കുക്ക് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കളർ നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മളൊരു പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്ത് മാറ്റുന്നതാണ്. നമ്മുടെ ചില്ലി ചിക്കൻ ഡ്രൈയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കി ഒരു 10 ml വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3 ഗ്രീൻ ചില്ലി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1 ടീസ്പൂൺ സോയ് സോസ്, ഒരു 2 ടീസ്പൂൺ കെച്ചപ്പ്. ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചില്ലി പേസ്റ്റ്. ഈ ചില്ലി പേസ്റ്റ് നമ്മളൊരു 2 ടീസ്പൂണാണ് ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഗ്രോസറി സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് കുക്ക് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ചൂടായ പാനിലേക്ക് നമ്മൾ ആദ്യം ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കെച്ചപ്പ്, 1.5 ടീസ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്യുന്നു. അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ സോയ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഷുഗറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോസിൻ്റെ ഈ കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും ചിക്കനും ബെൽ പെപ്പറും കൂടെ നമ്മൾ ഈ സോസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ചിക്കനിലേക്ക് ആ ഗ്രേവി എല്ലാം നന്നായി പിടിച്ച ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ചില്ലി ഡ്രൈ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നമ്മളത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ചില്ലി ചിക്കൻ ഡ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ രുചികരമായ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനൂടെ ചേർത്ത് ഇത് ഗാർണിഷ് ചെയ്യാം. ഞങ്ങൾ ഇനി ഇതുപോലെ രുചികരമായ വിഭവങ്ങളുമായിട്ട്, റെസിപ്പികളുമായിട്ടും ഇനി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.